വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഗവർണറുടെ ആവശ്യം തള്ളി എം ജി സർവകലാശാല സെനറ്റ്. VC തീരുമാനിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് എം ജി സർവകലാശാല സെനറ്റ് പ്രതിനിധിയെ അയക്കില്ല. ഇന്ന് ചേർന്ന സ്പെഷ്യൽ സെനറ്റ് യോഗത്തിലാണ് തീരുമാനം. സനോജ് ചേരുകയാണ് വിവരങ്ങളുമായി. സനോജ്, ഗവർണറുടെ നിർദ്ദേശം എം ജി സർവകലാശാല തള്ളിയിരിക്കുകയാണ്. VC സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കില്ല എന്ന തീരുമാനം സർവകലാശാല സെനറ്റ് എടുത്തിരിക്കുകയാണ്. ഈ തീരുമാനം എടുത്തുകൊണ്ട് സ്പെഷ്യൽ സെനറ്റ് വിശദീകരിച്ചത് എന്താണ്? മനു, ഇന്ന് ചേർന്ന എം ജി സർവകലാശാലയുടെ പ്രത്യേക സെനറ്റ് യോഗമാണ് VC തീരുമാനിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന ഒരു നിർണായകമായ തീരുമാനം എടുത്തിട്ടുള്ളത്. കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളിൽ അത്തരം കേസുകളിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും കോടതി പരിഗണനയിരിക്കുന്ന വിഷയത്തിൽ ഇത്തരം നിലപാട് സ്വീകരിക്കാനുള്ള അവകാശം സർവകലാശാലയ്ക്കുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് VC തീരുമാനിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് എം ജി സർവകലാശാല പ്രതിനിധി അയക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമെടുത്തത്. എന്നാൽ ഈ തീരുമാനമെടുക്കുമ്പോൾ സെനറ്റ് യോഗത്തിലുണ്ടായിരുന്ന UDF അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഗവർണറുടെ അജണ്ടയുടെ ഇടത് സെനറ്റ് അംഗങ്ങൾ കുടപിടിക്കുന്നു എന്നുള്ളതായിരുന്നു UDF അംഗങ്ങളുടെ വിമർശനം. എന്നാൽ കേസ് നിലനിൽക്കുന്ന ഇത്തരം സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ അയക്കാതിരിക്കാനുള്ള അധികാരം യൂണിവേഴ്സിറ്റിക്കുണ്ട്, സെനറ്റിനുണ്ട് എന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു നിർണായകമായ തീരുമാനമെടുത്തിട്ടുള്ളത്. ഏകകണ്ഠമായിരുന്നു തീരുമാനമെന്നാണ് സെനറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഗവർണറുടെ നടപടിയെ തള്ളിക്കളയാനുള്ള തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സനോജ് വിവരങ്ങൾ കോട്ടയത്ത് നിന്ന് നൽകിയത്.